പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? എന്നാൽ അടുപ്പത്ത് വെച്ച അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇഞ്ചിയും ഇട്ട് നന്നായിട്ട് ചതച്ച് വെക്കണം. നമുക്ക് അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ വെക്കാം. മറ്റേ അടുപ്പ് കത്തിച്ച് അവിടെ കുക്കർ വെക്കാം. അതിൽ 3 ടേബിൾ ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് സവാള 1 കപ്പ് ഇട്ടു. സവാള 1 കപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തു. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. ആ ടൈം കൊണ്ട് നമുക്ക് ചോറ് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്ത് അതൊന്ന് തിളക്കണം. മല്ലിച്ചപ്പും കൂടി ഇട്ട് ഞാൻ അത് അടച്ചു വെച്ചു. നമ്മുടെ ഉപ്പ് അതിൻ്റെ ഇടയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. എങ്ങനെ വെളിച്ചെണ്ണ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെളിച്ചെണ്ണ. നമുക്ക് അരിയും കൂടി ചേർക്കാം. എന്നിട്ട് 8 മിനിറ്റാണ് അരി വേവാനായിട്ട് വെക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൽ തക്കാളി, ഉള്ളി വാടിയേക്ക് തക്കാളിയും മസാലകളെല്ലാം ചേർക്കാം. കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഓരോ ടീസ്പൂണാണ് ഇട്ടത്. മല്ലിപ്പൊടി മാത്രം 2 ടീസ്പൂൺ. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. അത് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കും. നന്നായിട്ട് കുത്തി ഉടക്കണം. നന്നായി കുത്തിവെച്ചതിന് ശേഷം അതിലേക്ക് തൈര്, കട്ട തൈര് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ചിക്കൻ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്തു. കറിവേപ്പില ഇട്ടു. നന്നായിട്ട് ഇളക്കി. ചോറ് ഇപ്പുറത്ത് ചോറായിട്ടുണ്ട്. ആ ചോറ് നമുക്ക് ഊറ്റിയെടുക്കാം. അത് ഊറ്റിയെടുത്ത് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ, സവാളയും അണ്ടിയും മുന്തിരിയും നന്നായിട്ട് കറക്റ്റ് മൂപ്പിച്ചെടുക്കുക. കരിയാനൊന്നും പാടില്ല. കരിഞ്ഞാൽ ടേസ്റ്റ് പോകും. മൂപ്പിച്ചെടുത്ത് ആ സൺഫ്ലവർ ഓയിൽ കളയാൻ പാടില്ല. അത് നമുക്ക് റൈസിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണം. ഇനി ദമ്മിടാനായിട്ട് കുക്കർ വെച്ച് നേരത്തെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ അതിലേക്ക് നമുക്ക് വായില വെട്ടി എടുത്തിട്ടുണ്ട്. അത് ഇറക്കി വെച്ച് അതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തു. റൈസ് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യണം. അതിലേക്ക് നേരത്തെ നമ്മൾ ഊറ്റി വെച്ച ഓയിൽ ചേർക്കാം. എന്നിട്ട് വീണ്ടും റൈസ് ഇടാം. ഗരം മസാല ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച സവാളയും അണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മിൽമയുടെ നെയ്യും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ടേസ്റ്റിലാണ്. 20 മിനിറ്റ് ദമ്മിട്ട് കഴിഞ്ഞു. ഇത് തുറന്ന് നോക്കാം. നല്ല അടിപൊളി ചോറ്. റൈസൊക്കെ നോക്കുക, നല്ല വിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റിലാണ് വന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല കുക്കർ ബിരിയാണി ആണെന്ന് പറയില്ല. കുക്കർ ദമ്മിടാൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യണം. വീട്ടിലെല്ലാം കറക്റ്റ് നമ്മൾ അടുപ്പത്ത് വെച്ച ടേസ്റ്റ് തന്നെ ആയിരിക്കും. വിറകടുപ്പ് വെച്ച് ഉണ്ടാക്കിയ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഇനി എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ.